ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റും അതുപോലെ തന്നെ കൺഫർമേഷൻ ലിസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രീവിയസ് വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6ന്റെ പരമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും, ബിഗ് ബോസിന്റെ തീയതി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര പ്രൊമോ ഉണ്ട്, ലാലേട്ടന്റെ പ്രൊമോ എന്ന് വരുമെന്ന് അറിയുന്നത്, അതുപോലെ തന്നെ ബിഗ് ബോസിന് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ പങ്കുവെക്കാറുണ്ട്. അതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റുകളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു ചാനലിന് കിട്ടുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലിന് മാത്രമല്ല, ബിഗ് ബോസ് കണ്ടന്റ് റിവ്യൂ ചെയ്യുന്ന മിക്ക ചാനലുകൾക്കും ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നത്, നിന്റെ അമ്മായച്ചനാണോ എന്താണ് ബിഗ് ബോസ് സീസൺ 6ന്റെ ആളുകളെയൊക്കെ സെലക്ട് ചെയ്യാനിരിക്കുന്നതും ബിഗ് ബോസിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നതെന്നും. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പിൽ ചോദിക്കുന്ന ആളുകളോടും ഒരൊറ്റ ഉത്തരവേ പറയാനുള്ളൂ. ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ബിഗ് ബോസ് ആദ്യം മുതൽക്കേ ഓരോ കണ്ടസ്റ്റൻസിനെയും, അവർക്ക് പറ്റുമെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഈ ഒരു ഈ ഓഡീഷൻ കോൾ വഴി അവർ ബന്ധപ്പെടും. അതിനുശേഷം അവർക്ക് ആപ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റൻസിനെ നേരിട്ടൊരു ഇൻട്രാക്ഷന് വേണ്ടി ക്ഷണിക്കും. ബിഗ് ബോസും അതുപോലെ തന്നെ എൻ്റെ മോളും നമ്മുടെ ഏഷ്യാനെറ്റും എല്ലാം കൂടി ചേർന്ന ക്രൂ മെമ്പേഴ്സ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇവരെ ചെക്കപ്പ് ചെയ്യും, ഇവർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടി. എന്നിട്ട് ഈ ഒരു ചെക്കിങ്ങിനൊക്കെ ശേഷം നമ്മുടെ ഓൺലൈൻ മീഡിയാസിന്, അതുപോലെ നമുക്കറിയാമല്ലോ ഇപ്പോൾ യൂട്യൂബിൽ സജീവമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഓൺലൈൻ മീഡിയകളുണ്ട്. എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിനെ ഇൻ്റർവ്യൂ എടുക്കുന്നത്, പേര് പറയുന്നില്ല, ചാനലുകളുടെ പേരൊന്നും പറയരുത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേരും കാര്യങ്ങളും പറയാത്തത്, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസ്, ഇവരിലേക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് ഈ ഒരു പേര്, അല്ലെങ്കിൽ ഇവർ കോണ്ടാക്ട് ചെയ്ത് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് തോന്നിയ ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് ഏൽപ്പിക്കും. അങ്ങനെ ഈ ഒരു ഓൺലൈൻ മീഡിയാസ് ചെന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ ചെയ്തു വെക്കും. അതാണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന പരിപാടി. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതും ഈ ഒരു ലിസ്റ്റും കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും കണ്ടസ്റ്റൻസിനെ ബന്ധപ്പെടുന്നതും എല്ലാനും ഈ പറഞ്ഞ പോലെ തന്നെ റോബോട്ടുകളൊന്നുമല്ല, മനുഷ്യന്മാർ തന്നെയാണ്. നമ്മുടെ റോബോട്ട്സ് ആണെങ്കിൽ ഇത് സീക്രട്ട് ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിച്ചാണ്. പക്ഷേ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ വായിന്ന് വന്നു പോകും. ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളും പുറത്ത് വിടുന്നതല്ല, ഇതിൽ നിന്ന് ചോർന്നു പോകും. എങ്ങനെയൊക്കെ ആയാലും ചോർന്നു പോകും. അതിനുശേഷം ഇത് ഇൻസ്റ്റഗ്രാമിലുള്ള മെയിൻ സ്ട്രീം, ബിഗ് ബോസിന്റെ മെയിൻ സ്ട്രീം അപ്ഡേറ്റുകൾ കൊടുക്കുന്ന വലിയ വലിയ ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. അവരിലേക്ക് കിട്ടും. അവർ അതിനുശേഷം എക്സ്പെക്റ്റഡ് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ 75% കൺഫേംഡ് കണ്ടസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കും. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ പോലുള്ള ബിഗ് ബോസ് കണ്ടന്റ് റിവ്യൂ ചാനലുകൾക്ക് ഇത് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റും അല്ലെങ്കിൽ 75% ഉറപ്പായ കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വായ തോന്നിയ ആൾക്കാരെ വിളിച്ച് പറയുന്നതല്ല. ബിഗ് ബോസ് സീസൺ 5ഉം 4ഉം ആയിട്ടുള്ള സീസണുകളിലും പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നർ അഖിൽ മാരാർ, അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ, ജാസ്മിൻ, നമ്മുടെ ശോഭ, ഇവരെല്ലാവരും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതല്ല. ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഇവർ പ്രഡിക്ഷൻ ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇവർ ഉറപ്പായോ, ഇവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളിലൊക്കെ ഏതൊരു രീതി വരെ എത്തി എന്നൊക്കെ അറിഞ്ഞ് കൃത്യമായിട്ടുള്ള സോഴ്സ് ചെയ്യുന്നതാണ് നമുക്ക് ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ഒരു ഓൺലൈൻ മീഡിയാസിന് ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇവർ ഇൻ്റർവ്യൂ ചെയ്ത് വെക്കും. പക്ഷേ പുറത്തേക്ക് വിടില്ല. ബിഗ് ബോസ് സീസൺ ആ ഒരു സീസണിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ കയറിയതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സീസണിൻ്റെ എൻഡോട് അടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓൺലൈൻ മീഡിയാസ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി. ഇങ്ങനൊരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അത്രയേറെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഓൺലൈൻ മീഡിയാസ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജസ്, ഇതുവഴി തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പേരും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനി അങ്ങനെ പറയരുത്. അല്ല, പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ യൂട്യൂബ്,
കമൻറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഇനിയും പറയണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബിഗ് ബോസിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫർമേഷൻ ലിസ്റ്റൊക്കെ ഏകദേശം അവസാനിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇങ്ങെത്താറായി. നമ്മുടെ മാർച്ച് 10 ഗ്രാൻഡ് ലോഞ്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് സീസൺ 6ൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്